എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇതേ മോഡലുള്ള 2-3 പ്രോബ്ലംസ് ഉണ്ട്. ആ 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പ്രോബ്ലം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. ക്യാപിറ്റൽ ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ബൈ ആർ ഇസ് ഈക്വൽ ടു റിലേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടുത്തെ എലമെന്റ്സ് ഇവിടുത്തെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്ന ആർ ഇസ് ഈക്വൽ ടു ഈ റിലേഷൻ ഈ ആർ എന്ന് പറയുന്നത് റിലേഷനും ഈ സർക്കിൾ ഇട്ടിരിക്കുന്ന ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ ആറുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. സോ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേഡ് പേര് എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. അതായത് എക്ക് ബിയുമായിട്ട് ബന്ധം വരണമെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ സ്ക്വയർ നിന്ന് കാട്ടി എപ്പോഴും ചെറുതായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് 1ഉം 2ഉം ഞാൻ എടുക്കുകയാണ്. 1, 2 ഇത് ആറിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന റിലേഷനകത്തുള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ അറിയാം. നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കുക? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണോ ചെക്ക് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് 2 സ്ക്വയർ? 4. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് 1, 2 is an element of capital R. 1 is related to 2. Okay. 3 is related to 4 because 3 is less than 4 square. Okay. അപ്പം ഇങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് ഈ റിലേഷനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. We have to prove this relation is neither reflexive അല്ല, nor symmetric അല്ല, nor transitive അല്ല. അപ്പം റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോഴേ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒരു റിലേഷൻ അല്ല എന്ന് കാണിക്കുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം മാത്തമെറ്റിക് റീസണിംഗ് പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ. നമ്മൾ കൗണ്ടർ എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കുക. ഏതെങ്കിലും ഒരു കണ്ടീഷനകത്ത് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പറയാം ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിച്ചു കൊടുക്കും. ഈ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് നമുക്ക് എഴുതാൻ കഴിയത്തുള്ളൂ. ഇതിനെ ആദ്യം എനിക്ക് ഷോ ചെയ്യേണ്ടത് ഇത് റിഫ്ലെക്സീവ് അല്ല എന്നാണ് ഷോ ചെയ്യേണ്ടത്. അപ്പൊ റിഫ്ലെക്സീവ് അല്ല എന്ന് കാണിക്കുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനിപ്പോ ഒരു 2 എടുക്കുകയാണ്. 2 നോക്കാം. അപ്പൊ നമുക്ക് കണ്ടീഷൻ സെറ്റ് 2 എലമെന്റ് ക്യാപിറ്റൽ ആർ ആവണമെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സ്ക്വയർ. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ -2 element of capital R ആണ്. ബിക്കോസ് എന്താണ്, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 into square. -2 into square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് +4. സോ -2 ലെസ് ദാൻ +4. സോ അതിന്റെ റിലേഷൻ. അപ്പൊ നോക്കാൻ നേരത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ സംഭവം എന്താണ്, റിഫ്ലെക്സീവ് ആണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അല്ല എന്നാണ് കാണിക്കണം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് അല്ലാതെ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് അല്ലാത്ത നാച്ചുറൽ നമ്പർ മാത്രം നമ്മൾ ഇന്റിജറും പറഞ്ഞു. ഇന്റിജേഴ്സിനകത്തും ഈ കണ്ടീഷൻ ഓക്കെയാണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 into square it is 1. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ 0. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിനകത്തും ഇന്റിജേഴ്സിനകത്തും ഓക്കെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് റാഷണൽ നമ്പർ എടുത്ത് നോക്കാം. ഞാൻ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്പർ സിസ്റ്റം നമുക്കറിയാം. ആദ്യം നാച്ചുറൽ നമ്പർ, പിന്നെ അതിന് തൊട്ട് താഴെ ഹോൾ നമ്പർ, അതിന് തൊട്ട് താഴെ ഇന്റിജേഴ്സ്. ഇവര് 3 പേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് റാഷണൽ നമ്പർ സിസ്റ്റം, പിന്നെ ഇറാഷണൽ നമ്പർ സിസ്റ്റം, ഫൈനലി റിയൽ നമ്പർ സിസ്റ്റം. അപ്പൊ ഞാൻ ഈ ചെക്ക് ചെയ്തിരിക്കുന്ന ആദ്യം ഞാൻ നാച്ചുറൽ നമ്പർ ചെക്ക് ചെയ്തു, പിന്നെ ഇന്റിജേഴ്സിനകത്ത് ചെക്ക് ചെയ്തു. അപ്പൊ ആ 2 കേസിനകത്തും ഇത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങോട്ട് പോവാം, റാഷണൽ നമ്പേഴ്സിനകത്തോട്ട് പോവാം. അപ്പൊ റാഷണൽ നമ്പേഴ്സ് ആവുന്ന നേരത്ത് ഞാനൊരു കാര്യം ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നു. ഒരു 1/2 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. 1/2 is a natural number, അല്ലേ? So we know that 1/2 is an element of capital. Okay, ഞാൻ എടുക്കുന്നു 1/2 ഇവിടെ എഴുതുന്നു, 1/2 ന്റെ സ്ക്വയർ ഇവിടെ എഴുതുന്നു. ഓക്കെ, 1/2 എഴുതി, 1/2 ന്റെ സ്ക്വയർ എഴുതി. എന്താണ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി, അരഭാഗം. 1/2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 1/4.
1/4 എന്ന് പറഞ്ഞാൽ 4/1. 4/1 വെച്ചാൽ കാൽഭാഗം. അരയാണോ വലുത്, കാലാണോ വലുത്? അരയാണ് വലുത്. സോ 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/4. അപ്പൊ നമ്മളിവിടെ 1/2 1/2ന്റെ സ്ക്വയറും എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇനിക്വാളിറ്റി ഇങ്ങനെയുള്ള ഇനിക്വാളിറ്റി അല്ല കിട്ടിയിരിക്കുന്നത്, തിരിച്ചുള്ള ഇനിക്വാളിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ റിലേഷനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ നോക്കും 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/2ന്റെ സ്ക്വയർ. ഇത് നമ്മൾ റീസൺ ആയിട്ട് നമ്മുടെ സിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഇങ്ങനെ കാണിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, 1/2 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ, ബട്ട് പക്ഷേ എന്താണ് 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/2ന്റെ സ്ക്വയർ. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/2, 1/2 is not an element in this relation. So that is നമുക്ക് പറയാം 1/2, 1/2 is not an element of capital R. It's not an element of capital. Therefore R is not reflexive. R is not reflexive. ഇനി നമുക്ക് അടുത്തത് സിമെട്രിക്. നമുക്ക് 1/2 മാത്രമല്ല 1/3 എടുക്കാം, 1/4 എടുക്കാം, 1/5 എടുക്കാം. ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം റിഫ്ലെക്സീവ് അല്ല എന്ന് കാണിക്കുന്നതിന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സോ ഇൻഡിജേഴ്സോ എടുത്ത് വെക്കരുത്. ഏതെങ്കിലും ഒരു റാഷണൽ നമ്പർ എടുക്കുക. റാഷണൽ നമ്പർ എടുക്കുന്നതിനോടൊപ്പം അതൊരു ലെസ് ദാൻ 1 ആയിട്ടുള്ള റാഷണൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല എന്നുള്ള കണ്ടീഷൻ തന്നെയും കിട്ടുന്നത്. അപ്പം നമുക്ക് ആ രീതിയിലുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ വിളിച്ചു വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് we need to prove that it is not symmetric. സിമെട്രിക് അല്ല എന്നാണ് കാണിക്കേണ്ടത്, അല്ലെ? സിമെട്രിക് അല്ല എന്ന് കാണിക്കും. സിമെട്രിക് അല്ല എന്ന് കാണിക്കുന്നതിനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ നോക്കാം. സിമെട്രിക് അല്ലാന്ന് കാണിക്കുന്നതിന് ഞാൻ എന്താ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. 1ഉം 2ഉം 1, 2 element of capital R, അല്ലെ? നോക്കിയാൽ 1 less than or equal to 2 square. ശരിയാണല്ലോ, 2 square is 4, ഇവിടെ 1. അപ്പൊ 1, 2 element of capital R ആണ്, which implies 1 less than or equal to 2 square. But നമുക്കൊരു കാര്യം ചെയ്യാം, but 2ഉം 1 square ഉണ്ട്. We know that 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ഉള്ളൂ. 2 is greater than 1, അല്ലെ? But 2 is greater than 1 square. Reason since 2 greater than 1. Okay, അപ്പോൾ but 2 greater than 1 square, which implies നമുക്ക് എന്ത് പറയാൻ നോക്കും, 2, 1 is not an element of capital. 2 എന്ന് പറയുന്നതല്ല capital R നാത്തുള്ള അല്ല, റിലേഷൻ നാത്തുള്ള അല്ല. അതായത് 1, 2 element of capital R ആണെങ്കിൽ 2, 1 is not an element of capital R. Therefore, and the meaning therefore R is not symmetric. R is not symmetric. R is not symmetric. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾസ് നമ്മൾ അത് കാണാൻ വേണ്ടി ചോദിച്ചേക്കും. എല്ലാ എക്സാമ്പിൾസുകളും നോട്ട് സിമെട്രിക് എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ പർട്ടിക്കുലർ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ചോദിച്ചേക്കും. ഇവിടെ -1, 2 സാറ്റിസ്ഫൈ ചെയ്യും. -1 less than or equal to 2 square, but 2 is greater than -1 into square. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് 1, 2, 3 എക്സാമ്പിൾസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് R is not symmetric എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. And finally we need to prove that R is not transitive. We need to prove that R is not a transitive relation. ഇതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് 3 എലമെന്റ്സുകളാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് 3 എടുക്കുന്നു, പിന്നെ -2 എടുക്കുന്നു, 1. ഇത് മൂന്നും എന്താണ്, എവിടെയുള്ള എലമെന്റ്സുകളാണ്, റിയൽ നമ്പേഴ്സ് ആണ്. Moreover, they are integers. Okay. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറയുന്നു, 3, -2, 1 element of capital R. We know that 3, -2 element of capital R, isn't it? 3 less than or equal to -2 into square. -2 into square is 4. So 3 is less than or equal to 4. And -2, 1 element of capital R. That means -2 is less than or equal to 1 square. 1 square is 1. -2 negative number. Negative number is always less than positive number. So these two conditions are satisfied. 3, -2 element of capital R and -2, 1 element of capital R. So which implies, we can write, which implies നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, we need to check 3ഉം 1ഉം തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ implies നമ്മൾ കൊടുക്കേണ്ട കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം.
3 minus 2 element of capital R and minus 2 1 element of capital R, but 3 is greater than 1 square. നമുക്ക് ഇവിടെ നോക്കേണ്ടത് 3യും ഇവിടുത്തെ അവസാനത്തെ എലമെന്റ് ആയുള്ള 1ഉമായിട്ടുള്ള റിലേഷൻ അല്ലേ നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 3 ലെസ് ദാൻ 1 സ്ക്വയർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേഷനാണ്. ബട്ട് നമ്മൾ നോക്കുമ്പോൾ 3 ഈസ് ഗ്രേറ്റർ ദാൻ 1 സ്ക്വയർ. 3 എന്ന് പറയുന്നത് 1 ന്ന് കാട്ടി വലിയ ഒരു റിലേഷൻ, സോ 1 ന്ന് കാട്ടി വലിയൊരു നമ്പറാണ്. അപ്പൊ നമുക്ക് 3 ഈസ് ഗ്രേറ്റർ ദാൻ 1 സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് 3 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് capital. Now we can see that 3 minus 2 is an element of capital R and minus 2 1 is an element of capital R, but ആരൊക്കെ തമ്മിൽ റിലേഷൻ ഇല്ല? 3 and 1. 3 ഉം 1 ഉം തമ്മിൽ റിലേഷൻ ഇല്ല. That means 3 1 is not an element of capital R. Therefore R is not transitive. R is not transitive. So we have proved this relation is not reflexive, not symmetric and not transitive. മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ കണക്ക് തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം പറഞ്ഞ റിലേഷൻ ആറിന്റെ ആർ ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലാതെ അതൊക്കെ തന്നെ ആർ ഇസ് ഈക്വൽ ടു റിലേഷൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. നേരത്തെ ബി സ്ക്വയർ ആയിരുന്നു, ഇവിടെ സംഭവിച്ചു ബി ക്യൂബ് ആയി. അപ്പോൾ ഇവിടെയും ഈ കാണുന്ന റിലേഷൻ നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? വി നീഡ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് ആൻഡ് നോർ ട്രാൻസിറ്റീവ്. ഈ മൂന്ന് റിലേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് തന്നെ നമ്മൾ കാണിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് ആൻഡ് നോർ ട്രാൻസിറ്റീവ്. അപ്പൊ നമ്മൾ ഇവിടെയും ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ അല്ല എന്ന് കാണിക്കുന്നതിന് വി യൂസ് ദ മെത്തേഡ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ. മാത്തമാറ്റിക്കൽ റീസണിംഗിൽ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ. ഇതിനെ നമുക്ക് വൈലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കാണിക്കും. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ നേരത്തെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്ന റിലേഷനിൽ കൊടുത്ത അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ ബോറോ ചെയ്യാം, നമുക്ക് കടമായിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്നു 1/2 എന്ന് പറയുന്ന എലമെന്റ് തന്നെ എടുക്കുന്നു. 1/2 is a real number. Okay, 1/2 is a real number. ഞാൻ 1/2, 1/2 എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ 1/2 ഉം 1/2 ന്റെ ക്യൂബ് കൊടുക്കും. ഓക്കെ, 1/2, 1/2 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാണ് 1/2 ഉം 1/2 ന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആണ്. അപ്പൊ 2ൽ 1 വലുത്, 8ൽ 1 വലുത്? 2ൽ 1 വലുത്. അപ്പൊ 2ൽ 1 വലുത് എന്ന് പറയുന്നത് 2ൽ 1 എന്ന് പറയുന്നത് it is greater than 1/8. So since 1/2 is greater than 1/8, we can write 1/2 is greater than 1/2 the whole cube. So we can write clearly. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് എഴുതാം clearly 1/2 is greater than 1/2 the whole cube. Therefore we can write 1/2, 1/2 is not an element of capital R. Okay, 1/2, 1/2 is not an element of capital R. Therefore R is not reflexive. ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഏതെങ്കിലും ഒരു എലമെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ നോക്കും ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നമുക്ക് 1/2 എന്ന് പറയുന്ന റിയൽ നമ്പറിനെ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. കാരണം 1/2 is not related to 1/2 under this condition. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് അടുത്ത ആരെയാണ് നോക്കണം? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് ആണെന്ന് കാണിക്കും. ഓക്കെ, ഞാൻ എടുക്കുന്നു 1, 2 element of capital. Isn't it? Yes, 1 is less than 2 cube. 2 cube is 8. So 1 is less than 8. Okay. അപ്പോൾ നമുക്ക് ഇവിടെ 1, 2 element of capital എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് we know that or we have നമുക്ക് എഴുതാം we have 1, 2 element of capital. But ഞാൻ 2 എഴുതുന്നു, ഇപ്പുറത്ത് 1 cube എഴുതും. 1 cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 1 itself. 1 cube is 1 itself. അപ്പോൾ 2 ഉം 1 ക്യൂബും, അതായത് 2 ഉം 1 ഉം 2 is greater than 1 cube. So but 2 is greater than 1 cube. 2 എന്ന് പറയുന്ന 1 cube എന്ന് കാട്ടി വലുതാണ്. അപ്പോൾ നമുക്ക് പറയാൻ നോക്കും ഈ കാണുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 1 ന് 2 ആയിട്ട് റിലേഷൻ ഉണ്ട്, ബട്ട് 2 is not related to 1.
So which implies നമുക്ക് എന്ത് പറയാം 2 1 is not an element of capital R. Therefore നമുക്ക് എഴുതാം എന്താണ് R is not symmetric. ഈ ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടിയ ഉടനെ നമുക്ക് ചോദിക്കാം R is not symmetric. അപ്പോൾ R എന്തല്ല സിമെട്രിക്കും അല്ല. സോ അപ്പോൾ R റിഫ്ലെക്സീവ് അല്ല. ഇപ്പോൾ നമ്മൾ എടുത്തു സിമെട്രിക്കിന്റെ കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കണ്ടു 1 2 element of capital R ആണ്, but 2 is greater than 1 cube, that is 2 1 is not an element of capital R, therefore R is not symmetric. And finally we need to check the transitivity. I am taking 3 real numbers. One is 12, then 3 and 2. Okay, 12 3 2. അല്ലെങ്കിൽ 12 നമുക്ക് വേണമെങ്കിൽ അവിടെ 5 വേണമെങ്കിൽ കൊടുക്കാം, 5 കൊടുക്കാം, 12 5 3 2 സാറ്റിസ്ഫൈ ചെയ്യും. ആ സിമ്പിൾ എക്സാമ്പിൾസ്. അപ്പോൾ ഞാൻ 12, 5, 2 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർലി നമുക്ക് പറയാൻ നോക്കും. ക്ലിയർലി 12, 5 element of capital R. Why? 12 is less than 5 cube. 5 cube എന്ന് പറഞ്ഞാൽ 125 ആണ്. So 12 is less than 5 cube. 12 is less than 125. So 12 5 element of capital R ആണ്. കോമ അല്ലെങ്കിൽ ആൻഡ് കൊടുക്കാം. ആൻഡ് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് മൂന്നാമത്തെ ഒരു എലമെന്റുമായിട്ട് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. 5 ന് 2 ആയിട്ട് റിലേഷൻ ഉണ്ടോ? 5 less than 2 cube ആണോ? 2 cube is 8. So 5 is less than 8. So അവിടെ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. So 5 2 element of capital. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇവിടെ വേണമെങ്കിൽ സൈഡിൽ താഴെയായിട്ട് എഴുതി വെച്ചേക്കുക 12 is less than 5 cube, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുക 125. ഓക്കെ, ഇവിടെ 5 less than 2 cube, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുക 8. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും എഴുതിയത്. ക്ലിയർലി എഴുതുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണത്. ഓക്കെ, നൗ ബട്ട് നമുക്ക് ആരെയൊക്കെ എടുക്കണ്ടേ പറ. ബട്ട് ഇനി നമുക്ക് ആരെ എടുക്കണം? 12 എടുക്കണം, 2 എടുക്കണം. നമ്മൾ പറഞ്ഞു എക്ക് ബിയുമായിട്ട് ബന്ധം, ബിക്ക് സിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ബി നീഡ് ടു ചെക്ക് എക്ക് സിയുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് വി നീഡ് ടു ചെക്ക് എ ഇസ് റിലേറ്റഡ് ടു സി, ദാറ്റ് ഈസ് ഫസ്റ്റ് എലമെന്റ് ഇസ് റിലേറ്റഡ് ടു തേർഡ് എലമെന്റ് ഓർ നോട്ട്. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആരെ എടുത്തു? 12 എടുത്തു, 2 എടുത്തു. സോ ബട്ട് നമ്മൾ എടുക്കുന്നത് 12. രണ്ടാമത്തെ എലമെന്റ് ആരാണ്? 2 അല്ലേ? 2 cube. We know that 12 is greater than 2 cube. Why? 2 cube is 8. 12 is greater than 8. It is very clear. So we can write, which implies we can write 12, 2 is not an element of capital R. അപ്പോൾ ഇവിടെ 12 ന് 5 ആയിട്ട് റിലേഷൻ ഉണ്ട്, 5 ന് അതേ റിലേഷൻ 2 ആയിട്ടുണ്ട്. പക്ഷേ 12 ന് ആരുമായിട്ടില്ല, ഫസ്റ്റ് എലമെന്റിന് തേർഡ് എലമെന്റുമായിട്ട് ഇവിടെ റിലേഷൻ ഇല്ല. Therefore we can write, therefore R is not transitive. R is not transitive. Okay, so reflexive അല്ല, symmetric അല്ല, finally it is not transitive. അപ്പോൾ ഈ എക്സാമ്പിൾസ്, ഈ കൗണ്ടർ എക്സാമ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ. ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. Question is, show that the relation R in R of real numbers by R is equal to ordered by AB such that A related to B if A less than or equal to B. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടത് A less than or equal to B square. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടത് A less than or equal to B cube. ഇവിടെ A less than or equal to B. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണെന്നും പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്യണം, ബട്ട് നോട്ട് സിമെട്രിക്. പക്ഷെ എന്തല്ല സിമെട്രിക്. അപ്പൊ നമുക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ല നമുക്ക് ഇവിടെ കൗണ്ടർ എക്സാമ്പിൾ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ഒരു കണ്ടീഷനാണിത്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും ജനറൽ ആയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എക്സാമ്പിൾ എഴുതി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? എക്സാമ്പിൾ കൊടുത്താൽ മതി. അതിന് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ആണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു എക്സ്പ്രസ് ഇൻ ജനറൽ ഫോം. നമ്മൾ ജനറൽ ഫോമിൽ തന്നെ നമ്മൾ കാണിക്കും. ആദ്യത്തെ കേസ് ഇവിടെ A, B element of A, B is related to B if
A is less than or equal to B എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ എടുക്കുന്നത് റിഫ്ലെക്സീവ് ആണെന്നാണ് കാണിക്കേണ്ടത്. നമുക്കറിയാം എ എപ്പോഴും എക്ക് ഈക്വൽ ആയിരിക്കത്തില്ലേ, സോറി എ എന്ന് പറയുന്നത് എപ്പോഴും എക്ക് ഈക്വൽ ആയിരിക്കത്തില്ലേ. ഇവിടെ ഈക്വൽ ടു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ്, അത് റിഫ്ലെക്സീവ് തന്നെയാണ്. സോ എ ഈസ് ഈക്വൽ ടു എ, എ ഈസ് ഈക്വൽ ടു എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് എയുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ റിയൽ നമ്പറിനോട് ഈക്വൽ ആണ്. അതായത് ആ റിയൽ നമ്പറുമായിട്ട് ഈ കാണുന്ന റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാം we know that A is equal to A. That is A comma A element of capital R for all A element of capital R. This capital R is real numbers. ഓർത്ത് വെച്ചേക്കുക. Okay, real numbers. This capital R is relation. Okay. So A element of capital R for all A element of capital R. Therefore നമുക്ക് പറയാം therefore this R is reflexive. ഇത് ഏത് റിലേഷൻ ആണ്? റിഫ്ലെക്സീവ് റിലേഷൻ. ഇനി നമുക്ക് സിമെട്രിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കും. ഓക്കെ, സിമ്പിൾ കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 1 to element of capital R. ക്ലിയർലി നമ്മൾ കൊടുത്താൽ മതി. കാരണം എന്താണ്, 1 less than or equal to 2 or 1 less than 2. 1 less than 2 ആയതുകൊണ്ട് 1 to element of capital R ആണ് അല്ലേ. 1 less than 2 means 1 to element of capital R. But 2 is greater than 1. 2 എന്ന് പറയുന്നത് എന്താണ്, 1 ന് കാട്ടി വലുതാണ്. അതായത് നോട്ട് ലെസ് ദാൻ. 2 is not less than. 2 is not less than എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം, 2 1 is not an element of capital R. 2 1 is not an element of capital R. Therefore we can write or we can say that by the method of counter example 1 ന് 2 ആയിട്ട് റിലേഷൻ ഉണ്ട്, but 2 is not related to 1. 1 is related to 2 but 2 is not related to 1. So അതുകൊണ്ട് നമുക്ക് പറയാം therefore R is not symmetric. R is not symmetric. And finally we need to check or we need to show that it is transitive. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കുന്നതിന് എന്താണ് കണ്ടീഷൻ? ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കുന്നതിനുള്ള മാർഗം നമുക്ക് ഇങ്ങോട്ട് നോക്കും. നമുക്ക് എപ്പോഴും ആണ് എന്നാണ് കാണിക്കേണ്ടത്, ട്രാൻസിറ്റീവ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ, A, B element of capital R and B, C element of capital R. Let. സോ നമ്മൾ പറയുന്നു എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ട്, ബിക്ക് ആണെങ്കിൽ സിയുമായിട്ട് അതേ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബന്ധമുണ്ട്. നമുക്കറിയാം എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ട്, ബിക്ക് എന്താണ് സിയുമായിട്ട് ബന്ധമുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് എയും സിയും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞങ്ങളെ കാണിച്ചു തരാം, അത് ഉപയോഗിച്ച് നമുക്ക് പറയാം. ഞാൻ പറയുന്നു 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണ് അല്ലെ, 3 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഇവിടെ എയുടെ പ്ലേസിൽ 2, ബിയുടെ പ്ലേസിൽ 3, ഇവിടെ ബിയുടെ പ്ലേസിൽ 3, ഇവിടെ സിയുടെ പ്ലേസിൽ 5. അപ്പൊ നമുക്ക് കണ്ടു എ ലെസ് ദാൻ ബി, ബി ലെസ് ദാൻ സി. ഞാൻ നോക്കിയാണ് ഇവിടെ എയും സിയും തമ്മിൽ 2ഉം 5ഉം എന്താണ് റിലേഷൻ, വിച്ച് ഇസ് ലെസ് ദാൻ 5, 2 less than 5, isn't it? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെസ് ദാൻ സി, അതേ റിലേഷൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്. സോ എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ട്, ബിക്ക് സിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് കണ്ടു എക്ക് എന്തുണ്ട്, സിയുമായിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം എ ലെസ് ദാൻ ബിയും ബി ലെസ് ദാൻ സിയും ആണെങ്കിൽ എപ്പോഴും എ എന്ന് പറയുന്നത് സി എന്നും കാട്ടി ചെറുതായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് എ ലെസ് ദാൻ or equal to C. So under this condition we can write which implies AC element of capital R.
Okay, AC element of capital R. So we got AB element of capital R and BC element of capital R, which implies AC element of capital R. Therefore, we can write therefore R is in the property in the relation R is transitive. Okay, R is transitive. So അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ഒന്നെന്താണ് റിഫ്ലെക്സീവ് ആണ്, പിന്നെ ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. It's proved.